ഹായ്, ഞാൻ ദീപു സി അലക്സാണ്ടർ. ഇന്ന് നമുക്ക് കിച്ചണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കിച്ചൺ സിങ്ക്, ഇല്ലേ? കിച്ചൺ സിങ്ക് ഇല്ലാതെ നമുക്ക് കിച്ചണെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ നമുക്കിപ്പോൾ പല ടൈപ്പിലുള്ള കിച്ചൺ സിങ്കുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് സിംഗിൾ ബൗളുണ്ട്, ഡ്രെയിൻ ഉള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പുള്ള സിങ്കുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കിച്ചൺ സിങ്കിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. പൊതുവേ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ഈ ഡ്രെയിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രെയിൻ ബോർഡ് കാണും, ഒരു ബേസിൻ കാണും, ഡ്രെയിൻ ബോർഡ് കാണും. ഈ ഡ്രെയിൻ ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പാത്രങ്ങളെല്ലാം കഴുകി നമുക്ക് അവിടെ സൂക്ഷിക്കാം. ഈ ഡ്രെയിൻ ബോർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പാത്രം കഴുകി വെക്കുമ്പോഴുള്ളതോ അല്ലെങ്കിൽ പാത്രം അവിടെ വെക്കുമ്പോഴുള്ള ജലമാലിന്യം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് നമുക്ക് ബേസിനിൽ വീഴാനും സഹായിക്കും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് സിംഗിൾ ബൗൾ സിങ്കാണ്. അതായത് സിംഗിൾ ബൗൾ എന്ന് പറഞ്ഞാൽ പല വലിപ്പമുള്ളതുണ്ട്, കുറച്ച് വലിപ്പം കൂടിയതുള്ളതുണ്ട്, മീഡിയം ഉണ്ട്, ചെറുതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ഏരിയകളിലോ അല്ലെങ്കിൽ കിച്ചണിനകത്ത് തന്നെ വലിയ പാത്രങ്ങൾ നമുക്ക് എടുത്തിട്ട് കഴുകണമെന്നുണ്ടെങ്കിൽ ഈ സിംഗിൾ ബൗൾ സിങ്ക് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് വലിപ്പമുള്ളതും ചെറുതും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സൈറ്റിൽ വർക്ക് ഏരിയകളിൽ യൂസ് ചെയ്യുന്നത് ഈ സിംഗിൾ ബൗളിൻ്റെ വലിയ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വലിയ പാത്രങ്ങൾ കഴുകാനും ഒക്കെ നല്ല സൗകര്യമാണ്. അടുത്തതായി ഡബിൾ ബൗൾ സിങ്കാണ്. ഒരു യൂണിറ്റിൽ തന്നെ 2 ബേസിനുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒറ്റ യൂണിറ്റിനെയാണ് പറയുന്നത് ഡബിൾ ബൗൾ സിങ്ക് എന്ന് പറയുന്നത്. ഈ ഡബിൾ ബൗൾ സിങ്ക് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പിലുണ്ട്. ഒന്ന് 2 ബേസിനുകളും ഒരേ വലുപ്പത്തിലുള്ളതുകൊണ്ട് ഒരു ബേസിന് ഇച്ചിരി വലുതും ഒരു ബേസിന് ഇച്ചിരി ചെറുതുമായിട്ടുള്ള ടൈപ്പുണ്ട്. ഈ 2 സിങ്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ വൃത്തിയാക്കേണ്ട വസ്തുക്കൾ തരം തിരിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. വലിയ അടുക്കളകൾക്ക് ഈ ഡബിൾ സിങ്ക് വളരെ അനുയോജ്യമാണ്. നല്ല സ്പേസ് ഒക്കെ ഉള്ള കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഡബിൾ സിങ്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഈ ഡബിൾ സിങ്കിൽ തന്നെ ഡ്രെയിൻ വരുന്ന മോഡലുണ്ട്. 2 ബേസിനും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഡ്രെയിനും വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ സിങ്ക് വിത്ത് ഡ്രെയിൻ വരുമ്പോൾ കുറച്ചും കൂടെ വലുപ്പമായിരിക്കും വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ വലിയ കിച്ചണിലൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതിനകത്തെല്ലാം ടോപ്പ് മൗണ്ട് കിച്ചൺ സിങ്കുകളുണ്ട്. അതായത് നമ്മൾ പറഞ്ഞ ഈ ഡബിൾ സിങ്കിനകത്ത് വരുന്നുണ്ട്, സിംഗിൾ ഡ്രെയിൻ ബോർഡ് സിങ്കിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർ മൗണ്ട് കിച്ചൺ സിങ്കുകളുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് അണ്ടർ മൗണ്ട് കിച്ചൺ സിങ്കുകളാണ് കൂടുതലും വരുന്നത്. സിംഗിൾ ബൗളിൻ്റെ തന്നെ സ്ക്വയർ സിങ്കുകളുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതലും അണ്ടർ മൗണ്ട് കിച്ചൺ സിങ്ക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. മറ്റു സിങ്കുകളെ അപേക്ഷിച്ച് അണ്ടർ മൗണ്ട് സിങ്കുകൾ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. ഗ്രാനൈറ്റ്, മാർബിൾ പോലെയുള്ള സോളിഡ് കൗണ്ടർ ടോപ്പുകളെ ഇവ ഘടിപ്പിക്കാവുന്നതുമാണ്. അടുത്തതായി നമുക്ക് പരിചയപ്പെടുന്നത് കോർണർ സിങ്കുകളാണ്. കോർണർ സിങ്കുകൾ നമ്മുടെ ഇവിടെ വളരെ കുറവായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് നമ്മൾ കിച്ചൺ വളരെ സ്പേസ് കുറവാണെങ്കിൽ നമ്മുടെ കോർണർ സ്പേസ് നല്ലപോലെ നമ്മൾ വേസ്റ്റാക്കി കളയാറുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കോർണർ സ്പേസിൽ നമുക്ക് ഈ കോർണർ സിങ്ക് യൂസ് ചെയ്താൽ അത്രയും സ്പേസ് മാനേജ്മെൻറ്റ് നമുക്ക് കിച്ചണിനകത്ത് കൊണ്ടുവരാൻ പറ്റും. പരിമിതമായ സ്ഥല സൗകര്യം ഉൾക്കൊണ്ടുകൊണ്ട് കിച്ചണിലെ കോർണറുകളെ നമുക്ക് സൗകര്യപ്രദമായ ക്ലീനിങ് ഏരിയ ആക്കി മാറ്റിയെടുക്കാൻ ഇത്തരം സിങ്കുകൾക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇപ്പം പല ടൈപ്പിലുള്ള കിച്ചൺ സിങ്കുകൾ അവൈലബിൾ ആണ്. ഓരോ ദിവസം ചെല്ലും തോറും പുതിയ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ സിങ്സുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് കോഡ്സ് ബേസ്ഡ് സിങ്ക് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് സിങ്ക് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അത് നമുക്ക് പല കളേഴ്സിൽ വരുന്നുണ്ട്. ബ്ലാക്ക് കളറാണ് കോമൺലി എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഗ്രേ കളർ വരുന്നുണ്ട്, യെല്ലോ കളർ വരുന്നുണ്ട്. ഇപ്പം അത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമ്മുടെ മോഡുലാർ കിച്ചണിനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കോഡ് ബേസ്ഡ് സിങ്ക് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് സിങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്സ് ഒക്കെ നാനോ വൈറ്റോ അല്ലെങ്കിൽ വൈറ്റ് ടൈപ്പ് ടൈലോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഈ കോഡ് ബേസ്ഡ് ഗ്രാനൈറ്റ് വളരെ നീറ്റായിരിക്കും. നമ്മളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലാക്ക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ നീറ്റായിട്ടിരിക്കും. അപ്പം നമ്മൾ കണ്ടു മറന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ഫിനിഷുള്ള ക്രോം ഫിനിഷുള്ള കളേഴ്സാണ് നമ്മുടെ സിങ്കായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൽ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വൈറ്റിനകത്ത് ബ്ലാക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കും.